മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनमथे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ഇന്ന് ദേവി മാഹാത്മ്യം, ദേവന്മാരുടെ സ്തുതി തുടരുകയാണ്. ദേവിയോടുള്ളതായിട്ടുള്ള സ്തുതി തുടരുന്നു. മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാര ദുർഗാസി ദുർഗഭവസാഗര നൗരസംഗ ശ്രീകൈടഭാരി ഹൃദയൈകൃതാധിവാസ ഗൗരീത്വമേവ ശശിമൗലി കൃതപ്രതിഷ്ഠ. ദേവി അല്ലയോ ദേവി, ത്വം മേധാ അസി, അങ്ങ് മേധ തന്നെ ആണ്. മേധ എന്ന് വെച്ചാൽ ബുദ്ധി എന്നുള്ള അർത്ഥമാണ്. മേധാ അസി, മേധ ആണ്, ബുദ്ധി ആയിട്ടുള്ള രൂപം, ബുദ്ധി തന്നെയാണ് അവിടുന്ന് എന്നുള്ളതാണ്. വിദിത അഖില ശാസ്ത്രസാര, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം, അതിൻ്റെ സാരമായിട്ടുള്ളത്, എല്ലാ ശാസ്ത്രങ്ങളുടെയും തത്വം സാരം അറിയുന്നതായിട്ടുള്ള വിദിത അഖില, വിദിതം അറിയപ്പെട്ടതായ ശാസ്ത്രസാരത്തോടു കൂടിയ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം മുഴുവൻ അറിയുന്നതായ ബുദ്ധി തന്നെയാണ് ഭഗവതി. ബുദ്ധി എന്ന് വെച്ചാൽ അവിടെ സരസ്വതി ദേവി എന്നുള്ള അർത്ഥം കൊടുക്കാം. അങ്ങനെ ആ ബുദ്ധിയാണ് ഭഗവതി എന്നുള്ളതാണ്. ദുർഗാസി ദുർഗഭവ സാഗര നൗരസംഗ. ഈ മൂന്ന് ദേവതകളും സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നുള്ളതായിട്ടുള്ള മൂന്ന് ദേവതകളും ഭഗവതി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ദുർഗാദേവിയും പറയുന്നുണ്ട്. അതാണ് ഇവിടെ മേധ എന്നുള്ളത്. സരസ്വതി ദേവിയെ തന്നെ, വിദ്യാദേവിയായിട്ടുള്ള സരസ്വതിയെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ദുർഗാസി ദുർഗഭവസാഗര നൗരസംഗ, ദുർഗാ അസി, ദുർഗാദേവി അവിടുന്ന് തന്നെയാണ് ദുർഗാദേവി എന്നാണ്. ദുർഗ ഭവസാഗര നൗഹു അസംഗ, അസംഗ ഒന്നിലും സംഘം ഇല്ലാത്തതായിട്ടുള്ള, ആസക്തി ഇല്ലാത്തതായിട്ടുള്ള ദുർഗഭവസാഗര നൗഹു, ദുർഗമായിട്ടുള്ള, ഗമിക്കാൻ വയ്യാത്തതായ, മറികടക്കാൻ പ്രയാസമായിട്ടുള്ള ഭവസാഗരം, സംസാരമാകുന്ന സാഗരത്തിന് മറികടക്കാനുള്ളതായിട്ടുള്ള നൗഹു, ഒരു തോണി ആണ് അങ്ങ് എന്നുള്ളതാണ്. എല്ലാവരെയും സംസാരസാഗരത്തിൽ നിന്ന് കടത്തുന്നതായിട്ടുള്ള തോണി ആണ് അങ്ങ് എന്നുള്ളത്. ഭഗവതി അപ്രകാരമാണ്. ആ മുക്തി എല്ലാവർക്കും നൽകുന്നതായിട്ടുള്ള തോണിയാണ് ഭഗവതി എന്നാണ്. ഈ ശ്രീ കൈടഭാരി ഹൃദയൈകൃതാധിവാസ, കൈടഭാരി മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള കൃതാധിവാസ, അവിടെ തന്നെ വസിക്കുന്നതായിട്ടുള്ള, കൈടഭാരിയുടെ ഹൃദയത്തിൽ തന്നെ ഏകാധിവാസം ആണ്, ഒരേ ഒരു അധിവാസമാണ് എന്നുള്ളതാണ്. ശ്രീ ഭഗവതിയുടെ അധിവാസം വേറെ എവിടേക്കും പോവില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള അധിവാസമായിട്ടുള്ള കൈടഭാരിയുടെ മഹാവിഷ്ണുവിൻ്റെ ഹൃദയമാകുന്ന ഏക വാസസ്ഥാനത്തോടു കൂടിയ ശ്രീഹി ലക്ഷ്മി ഭഗവതിയാണ് അവിടുന്ന്. ലക്ഷ്മി ഭഗവതിയും അവിടുന്ന് തന്നെ. നീ ഗൗരീ ത്വമേവ ശശിമൗലി കൃതപ്രതിഷ്ഠ, ശശിമൗലി മൗലിയിൽ ശശിയെ ഉള്ളതായിട്ടുള്ള ശിവൻ, ആ ചന്ദ്രൻ ശിരസിൽ വഹിക്കുന്നതായിട്ട്, ചന്ദ്രനെ ശിരസിൽ വഹിക്കുന്നതായിട്ടുള്ള ശിവൻ, ആ ശിവൻ്റെ ശിവൻ്റെ കൃതപ്രതിഷ്ഠയായിട്ടുള്ള ശിവശൗലിയിൽ പ്രതിഷ്ഠ സിദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ള, അവിടെ തന്നെ വസിക്കുന്നതായിട്ടുള്ള, ഭഗവാനിൽ തന്നെ, പരമശിവനിൽ തന്നെ വസിക്കുന്നതായിട്ടുള്ള ഗൗരിയും അങ്ങ് തന്നെയാണ് എന്നാണ്. ഗൗരീ ത്വമേവ, ഗൗരിയും ത്വം ഏവ അവിടുന്ന് തന്നെയാണ്. ശശിമൗലി കൃതപ്രതിഷ്ഠ, ശശിമൗലിയാൽ കൃതമായിട്ടുള്ള പ്രതിഷ്ഠയോടുകൂടി, അല്ലെങ്കിൽ ശശിമൗലിയിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ളതായ ആ ഗൗരിയും അവിടുന്ന് തന്നെയാണ്. അപ്പോൾ സരസ്വതി, ലക്ഷ്മി, ഗൗരി, പാർവതി, ഇത് മൂന്നും അവിടുന്ന് തന്നെയാണ്. ദുർഗാദേവിയും അവിടുന്ന് തന്നെയാണ് എന്നുള്ളതാണ്.
ഈഷത് സഹാസമമലം പരിപൂർണചന്ദ്രബിംബാനുകാരി കനകോത്തമകാന്തികാന്തം അത്യത്ഭുതം പ്രഹൃതമാത്തരുഷാ തഥാപി വക്ത്രം വിലോക്യ സഹസാ മഹിഷാസുരേണ. ഇത് അത്ഭുതമാണ് എന്ന് പറയാണ്. എന്താണ് അത്ഭുതം? ഈഷത് സഹാസം അമലം, സഹാസത്തോടു കൂടിയ ചെറിയതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നതും അമലവുമായിട്ടുള്ള പരിപൂർണചന്ദ്രബിംബാനുകാരി, പൂർണ്ണചന്ദ്രൻ്റെ ബിംബത്തിനോട് അനുകരിക്കുന്നതായിട്ടുള്ള, പൂർണ്ണചന്ദ്രൻ്റെ ബിംബം പോലെ മനോഹരമായിട്ടുള്ള പൂർണ്ണചന്ദ്ര ബിംബ അനുകാരി, പരിപൂർണചന്ദ്രൻ്റെ ബിംബത്തോട് ബിംബത്തെ അനുകരിക്കുന്നതായ അതുപോലെ മനോഹരമായ കനകോത്തമ കാന്തികാന്തം, ഉത്തമമായിട്ടുള്ള കനകത്തിൻ്റെ കാന്തിയുള്ള കാന്തി പോലെയുള്ളതായിട്ടുള്ള കാന്തി ഉള്ളതും മനോഹരമായിട്ടുള്ളതും ആ ഉത്തമമായിട്ടുള്ള സ്വർണത്തിൻ്റെ കാന്തി ഉള്ളതും പിന്നെ ആയിട്ടുള്ള ആ ആത്തരുഷ തഥാപി വക്ത്രം വിലോക്യ, അപ്രകാരമുള്ളതായിട്ടുള്ള വക്ത്രത്തെ കണ്ടിട്ട്, എങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്വതേ നല്ല മനോഹാരിതയുണ്ട്, ആ മനോഹരമായിട്ടുള്ള വക്ത്രം ആത്തരുഷ, ആ നല്ല കോപം വന്നിട്ടാണ് വക്ത്രത്തെ കാണുന്നത്. അങ്ങനെ കണ്ടിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വക്ത്രത്തിൽ പ്രഹരിച്ചു എന്നുള്ളത് അത്ഭുതമാണ്. ആ മനോഹാരിത കൊണ്ട് ആ വക്ത്രത്തിൽ പ്രഹരിക്കാൻ തോന്നില്ല സാധാരണ. പിന്നെ ഈ രൗദ്രം കൊണ്ട് ആ വക്ത്രത്തിൽ പ്രഹരിക്കാനും തോന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ആപ്തരുഷ എന്നുള്ളത് മഹിഷാസുരൻ്റെ വിശേഷണമായിട്ട് കൊടുക്കാം. ആപ്തരുഷ മഹിഷേണ എന്നുള്ളത് രോഷത്തോടു കൂടി മഹിഷാസുരൻ ആ ദേവിയെ പ്രകാരം സുന്ദരമായിട്ടുള്ള ആ മുഖത്തോടു കൂടിയ ദേവിയെ പ്രഹരിച്ചു എന്നുള്ളത് അത്യത്ഭുതമാണ് എന്നങ്ങനെ. അത്യത്ഭുതം പ്രഹൃതം, പ്രഹരിക്കപ്പെട്ടു, ആപ്തരുഷ തഥാപി, ആ മഹിഷാസുരനാൽ പ്രഹരിക്കപ്പെട്ടു എന്നുള്ളത് അത്യത്ഭുതം. വക്ത്രം വിലോക്യ സഹസ, ആ വക്ത്രത്തെ കണ്ടിട്ട് പെട്ടെന്ന് പിന്നെയും മഹിഷാസുരൻ പ്രഹരിച്ചു എന്നുള്ളത് അത്ഭുതമാണ്. ഇത്ര മനോഹരമായിട്ടുള്ള മുഖം കണ്ടിട്ടും പ്രഹരിക്കാൻ തോന്നിയില്ലോ എന്നുള്ളതാണ്. ഇനി അതുമാത്രമല്ല, ദൃഷ്ട്വാപി ദേവി വദനം ഭൃഗുടീകരാളമുദ്യശാങ്ക സദൃശച്ചവി എന്ന സദ്യ പ്രാണാൻമുമോച മഹിഷസ്തദീവ ചിത്രം കൈർജീവ്യതേ അമ്പ കുപിത അന്തകദർശനേന. ഇനി ദൃഷ്ട്വാപി ദേവി സംബോധന. ദൃഷ്ട്വാ അപി വദനം, അങ്ങയുടെ മുഖം കണ്ടിട്ട്, വദനം ദൃഷ്ട്വാ അപി, ദേവിയുടെ മുഖം കണ്ടിട്ടും. എങ്ങനെയുള്ള മുഖമാണ്? ഭൃഗുടീകരാള ഉദ്യശാങ്ക സദൃശച്ചവി. ഭൃഗുടീകരാളം, ഭൃഗുടികളെ കൊണ്ട് കരാളമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ആ കോപം വന്ന അവസരമാണ് ദേവിക്ക്. അപ്പോൾ ആ പുരികങ്ങളൊക്കെ വളഞ്ഞ് ഭീകരമായിട്ടുള്ള ഭാവം ഉണ്ട് എന്നുള്ളതാണ്. ഭൃഗുടീകരാളമായിട്ടുള്ളത് എങ്ങനെയുള്ള എങ്ങനെയുള്ള മുഖമാണ്? ഉദ്യശാങ്ക സദൃശച്ചവി, ഉദ്യത്തായിരിക്കുന്ന ഉയരുന്ന ശശാങ്കൻ്റെ ചന്ദ്രൻ്റെ തുല്യമായിട്ടുള്ള ഛവി ശോഭയോടുകൂടിയ ചുമന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഉദിക്കണതായിട്ടുള്ള ചന്ദ്രനാകുമ്പോൾ ചുമന്നും കൊണ്ടാണ്. അപ്പം ഈ കോപം കൊണ്ട് തുടുത്ത മുഖമാണ്, എന്നാൽ ഭംഗിയുണ്ട്. ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള ആ മുഖത്ത് പുരികങ്ങളൊക്കെ വളഞ്ഞ് കോപം കൊണ്ട് അത്ര ഭീകരമായിട്ടുള്ള തോന്നൽ അവിടെ ഉണ്ട്. ആ മുഖം കണ്ടിട്ടും ഭൃഗുടീകരാളം ശശാങ്ക സദൃശച്ചവി എന്ന സദ്യ, അങ്ങനെയുള്ളതായിട്ടുള്ള മുഖം കണ്ടിട്ട് പ്രാണാൻമുമോച മഹിഷ പ്രാണാൻ ന മുമോച, മഹിഷാസുരൻ ഉടനെ തന്നെ പ്രാണനെ വെടിഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതം എന്നാണ്. പ്രഹരിച്ചു എന്നുള്ളത് അത്ഭുതം എന്ന് പറഞ്ഞു. പ്രാണൻ വെടിഞ്ഞില്ല എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഘോരമായിട്ടുള്ള രൂപം കണ്ടിട്ട് പ്രാണനെ ഉപേക്ഷിച്ച കാണുമ്പോൾ തന്നെ പേടിയാവണ രൂപമാണ് എന്നുള്ളതാണ്. പ്രാണാൻമുമോച മഹിഷ തദീവ ചിത്രം, അത് വളരെയധികം ആശ്ചര്യകരമായിരിക്കുന്നു. കൈർജീവ്യത എമ്പ കുപിത അന്തകദർശനേന, അമ്പ അലയോ മാതാവേ, കുപിത അന്തകദർശനേന, കുപിതനായിട്ടുള്ള അന്തകനെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് പിന്നെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. കൈഹി ജീവ്യതേ, ആരാൽ ജീവിക്കപ്പെടുന്നു, ആരാണ് പിന്നെ ജീവിച്ചിരിക്കുക.
അപ്പം അന്തകൻ്റെ മുഖം പോലെയാണ് ഈ ദേവിയുടെ മുഖം. ആ മുഖം കണ്ടിട്ട് മഹിഷാസുരൻ മരിച്ചില്ല എന്നുള്ളത് അത്ഭുതമാണ്. മുഖം കണ്ടാൽ തന്നെ മരിക്കേണ്ടതായിരുന്നു, അത് കണ്ടിട്ടും ജീവിച്ചിരുന്നു എന്നുള്ളത് അത്ഭുതമാണ് എന്നുള്ളതാണ്. കൈർജീവ്യതയെമ്പ കുപിതാന്തക ദർശനേന, ആരാണ് കുപിതനായിട്ടുള്ള അന്തകനെ കണ്ടിട്ടും ജീവിച്ചിരിക്കുക. അപ്പം അതുമാതിരി ഈ ദേവിയുടെ ഭ്രുകുടീകരാളമായിട്ടുള്ള ചുമന്ന, കോപം കൊണ്ട് ചുമന്ന ഭ്രുകുടീകരാളമായിട്ടുള്ള മുഖം കണ്ടിട്ടും ആ മഹിഷാസുരനുടൻ മരിച്ചില്ല എന്നുള്ളത് അത്ഭുതമാണ് എന്നാണ്. ദേവി പ്രസാദപരമാ ഭവതി ഭവായ സദ്യോ വിനാശയതി കോപവതീ കുലാനി വിജ്ഞാതമേതദധുനൈവ യദസ്തമേതന്നീതം ബലം സുവിബലം സുവിപുലം മഹിഷാസുരസ്യ. ദേവി പ്രസാദപരമാ ഭവതി ഭവായ, ദേവി അല്ലയോ ദേവി, പ്രസാദപരമാ പ്രസാദിക്കുന്നതായിട്ടുള്ള ഭവതി അവിടുന്ന് ഭവായ ഭവത്തിനായിക്കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളെയും നന്മയ്ക്കായിട്ട് ഭവിക്കുന്നു. അങ്ങ് പ്രസാദിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എല്ലാ നന്മകളും മംഗളങ്ങളും ഉണ്ടാവും. ഇനി സദ്യോ വിനാശയതി കോപവതി കുലാനി, കോപവതി ആവുമ്പോഴോ കോപവതി കുലാനി സദ്യ വിനാശയതി, കുലങ്ങളെ തന്നെ, ആ കുലത്തെ തന്നെ ഉടൻ നശിപ്പിക്കും എന്നുള്ളതാണ്. വിജ്ഞാതമേതധുനൈവ, അധുനാ ഏവ ഏതദ് വിജ്ഞാതം, ഇപ്പോൾ തന്നെ ഇത് മനസ്സിലായി കഴിഞ്ഞു. ഏത് എന്തെന്നാൽ അസ്തമേതത് നീതം ബലം സുവിപുലം, ഏതത് സുവിപുലം ബലം, ഈ വളരെ വലിയതായിട്ടുള്ള മഹിഷാസുരൻ്റെ ബലം, മഹിഷാസുരസ്യ ബലം, മഹിഷാസുരൻ്റെ സൈന്യം മുഴുവൻ നശിച്ചു കഴിഞ്ഞുല്ലോ, പെട്ടെന്ന് തന്നെ നശിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ കിട്ടണു. ഭഗവതി കോപിച്ചു കഴിഞ്ഞാൽ അതേ കുലം തന്നെ നശിക്കും. പ്രസാദിച്ചാലോ അത് മംഗളത്തിനായിട്ടും ഭവിക്കും എന്നുള്ളത്. ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.